തൃശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള പുള്ള് ഒരു മനോഹരമായ ഗ്രാമമാണ്. പ്രകൃതി ഭംഗി കൊണ്ടും വിശാലമായ പാടശേഖരങ്ങൾ കൊണ്ടും ഇവിടം തൃശൂരിലെ കുട്ടനാട് എന്നാണ് അറിയപ്പെടുന്നത്. ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളിലൊന്ന് ഇതാ കണ്ടില്ലേ, ഈ ഒരു സൺസെറ്റ് സമയത്ത് ഈ ഒരു കുട്ടവഞ്ചിയിലുള്ള യാത്ര. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും അതിലൂടെയുള്ള ചെറിയ റോഡുകളും പുള്ളിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നു. പ്രത്യേകിച്ച് മഴക്കാലത്ത് പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. കൂടാതെ വൈവിധ്യമാർന്ന നിരവധി പക്ഷികളുള്ള സ്ഥലം കൂടിയാണ് ഈ ഒരു പുള്ള്. പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയുള്ള പാലവും അവിടുത്തെ കാറ്റും വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ വളരെ നല്ലതാണ്. തൃശൂർ നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരിടം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം അനുയോജ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു അവധിക്കാലത്ത് കുട്ടികളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു കുട്ടവഞ്ചി സവാരി കൂടി അടിപൊളിയാണ്. ഈ ഒരു പാലത്തിലൊക്കെ ആളുകൾ നിൽക്കുന്നത് കണ്ടില്ലേ? പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഈ ഒരു കുട്ട സവാരി കണ്ട് ഇവിടെ ആസ്വദിച്ച് നിൽക്കാൻ വളരെ രസകരമാണ്. ഈ ഒരു കുട്ട സഫാരിയിൽ കയറി ഈ ഒരു പുഴയിലൂടെ ഇങ്ങനെ അങ്ങ് പോകണം. ഈ ചേട്ടനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ നമ്മളങ്ങ് കറക്കും. കുട്ടവഞ്ചി മാത്രമല്ല, കയാക്കുമുണ്ട് ഇവിടെ. 100 രൂപയാണ് കയാക്കിങ്ങിന് വരുന്ന റേറ്റ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. തൃപ്രയാറിൽ നിന്ന് ചേർപ്പ് വഴി പുള്ളുപാടത്തേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഇവിടെ വരികയാണെങ്കിൽ കഴിവതും അതിരാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വരാൻ ശ്രമിക്കുക, ഉച്ച കഴിഞ്ഞുള്ള സമയത്ത്. കൂടാതെ താറാവിൻ്റെ സീസണുള്ള സമയത്ത് ഇവിടെ കുട്ടനാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താറാവ് കാണപ്പെടുന്നതും ഈ ഒരു പുള്ളുപാടത്താണ്. ഞാൻ ചെന്ന സമയത്ത് സീസൺ കഴിഞ്ഞിരുന്നു, അതുകൊണ്ടൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷി നിരീക്ഷകർക്ക് ഇതൊരു സ്വർഗമാണ്. നീലക്കോഴി, കുളക്കോഴി, വിവിധയിനം കൊക്കുകൾ, പരുന്തുകൾ എന്നിവ ഇവിടെ എപ്പോഴും കാണാം. ദേശാടന കിളികൾ എത്തുന്ന സീസണിൽ പുള്ളിലെ പാടശേഖരങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പാടശേഖരത്തിന് മുകളിലൂടെയുള്ള സൂര്യാസ്തമയം പകർത്താൻ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പ്രീ വെഡ്ഡിംഗ്, പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ട് ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണിത്. കൂടാതെ രാവിലെയും വൈകുന്നേരങ്ങളിലും സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലം കൂടിയാണിത്. കർഷകരുടെ അധ്വാനമായ നെൽപ്പാടങ്ങളിൽ ഇറങ്ങാതിരിക്കാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും സന്ദർശകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആലപ്പുഴയിലെ കുട്ടനാട് പോലെ തന്നെ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന പാടശേഖരങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തൃശ്ശൂരിലെ കുട്ടനാടെന്ന് വിളിക്കുന്നത്. വിശാലമായ പാടങ്ങളും തോടുകളും വഞ്ചികളുമൊക്കെ ആ ഒരു പ്രതീതി നമുക്ക് നൽകുന്നു. കൃഷിയിടങ്ങളെല്ലാം വേനൽക്കാലത്ത് വെള്ളം വറ്റിച്ചാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. ഈ വെള്ളം വറ്റിക്കുന്ന കാഴ്ച കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സൈലൻ്റായി സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടം ഒരു മികച്ച ചോയ്സാണ്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു ചായയും സ്നാക്കും ഒക്കെ കഴിച്ച് ഈ പാടവരമ്പിലൂടെയൊക്കെ നടന്ന് നമുക്ക് മനോഹാരിത ആസ്വദിക്കാം. അപ്പോൾ തൃശ്ശൂർ റൂട്ടൊക്കെ സഞ്ചരിക്കുന്നവർ കഴിവതും ഈ ഒരു സ്ഥലം കൂടി സന്ദർശിക്കാൻ ശ്രമിക്കുക. നല്ല സ്ഥലമാണ്. കഴിവതും ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക. താങ്ക്